പണികളെല്ലാം പെട്ടെന്ന് തീർത്തിട്ടുണ്ട്. നമുക്കിനി ചോറ് വിളമ്പിയാലോ? എല്ലാവരും ഓടിവായോ ഓടിവായോ ഓടിവായോ. ഇന്ന് നമുക്ക് ലഞ്ച് ബോക്സ് ആണ്. പാത്രം നല്ല അടിപൊളിയായിട്ട് കഴുകിയിട്ടുണ്ട്. പറച്ചിൽ കേട്ടാത്തൊന്നും പാത്രം ആഴ്ച കഴിക്കാല്ല കഴിയുന്നത്. അങ്ങനൊന്നും അല്ല കേട്ടോ, പാത്രം നല്ല സുന്ദരിയായിട്ട് കഴുകിയിട്ടുണ്ട്. നമ്മൾ പിന്നെ ചോറ് വിളമ്പിയിട്ടുണ്ട്. ചോറിന് ആവി പറക്കാത്തത് അരി കുറച്ച് നേരത്തെ കടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂട് ചോറ് വെച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് നിരപ്പാക്കിയതിന് ശേഷം 2 കുഞ്ഞുള്ളിനെ പൊടിച്ചിട്ട് അതിൻ്റെ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ഥലം ബാക്കിയുണ്ടല്ലോ, അപ്പുറത്ത് വെച്ചിട്ട് 2 മീൻ പൊരിച്ചത് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ സവാളത്തോരനാകുന്നു. ഞാൻ തന്നെ വെച്ച തോരനാണ്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വെച്ചത്. അത് വെച്ചപ്പോൾ ഉണ്ടല്ലോ ഉള്ളി അങ്ങ് ചാടിപ്പോയി കേട്ടോ. പിന്നെ ഉള്ളിക്കൂട്ടന്നെ വീണ്ടും എടുത്ത് സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് ചാറ് കറിയായിട്ട് അയിലക്കറി വെച്ചിട്ടുണ്ട്. തേങ്ങ തീർന്നു പോയിട്ട് 2 ദിവസമായി കേട്ടോ. അതുകൊണ്ടാണ് ഈ മുളക് കറി ഇങ്ങനെ ഓടുന്നത്. എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ പോകാനൊരുങ്ങുകയാണ്. സമയം പോയതുകൊണ്ടാണ് ഈ വെപ്രാളയെ. മഴ പെയ്യുന്നത് കാരണം കുറേ നേരം അവിടെ വായി നോക്കി നിന്ന് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് വന്നപ്പോൾ അമ്മ എനിക്കൊരു ദിവസം പായസം തന്നു കേട്ടോ. നല്ല തലവേദനയാണ്, കാരണം ഞാൻ അവിടെ കിടക്കുമായിരുന്നേ. എന്നാൽ നമ്മൾ വീഡിയോ കിടക്കുമ്പോൾ ചിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ടാറ്റ ബൈ ബൈ, സീ യു.